നമസ്കാരം. അങ്ങനെ ബോംബ് നിർമ്മാണത്തിനിടയിൽ രക്തസാക്ഷിത്വം വഹിച്ച ധീര സഖാക്കൾക്ക് വേണ്ടി CPM സ്മൃതി മണ്ഡപവും പണിഞ്ഞു കഴിഞ്ഞു. അതിനുവേണ്ടി വിപുലമായ ഒരു ബക്കറ്റ് പിരിവും നടത്തിയിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞു കാണും. സാധാരണ വാർത്തകൾ മുക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിനി ഇതിൻ്റെ വിശദാംശങ്ങൾ ആവർത്തിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൽ നിന്ന് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് CPM UAPA എന്ന നിയമത്തെ എതിർക്കുന്നത് എന്നുള്ളത്. ഇവരുടെ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയുടെ ഭരണം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ UAPA നിയമം റദ്ദാക്കുമെന്നാണ്. അതുവഴി ഇത്തരം പാർട്ടി സഖാക്കളുടെ മേൽ വന്നു ചേരാനിടയുള്ള കേസുകൾ ഇല്ലാതാക്കാൻ കഴിയും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇടതുപക്ഷ ഹൃദയപക്ഷ പാർട്ടി ചെയ്ത അനേകം ക്രൂര കൊലപാതകങ്ങളിൽ വെച്ച് ഏറ്റവും അതിക്രൂരമായ ഒരു കൊലപാതകത്തെക്കുറിച്ചുകൂടി പറഞ്ഞിട്ട് പോകാം. സെയിൻബാരി കൂട്ടക്കൊലയെന്നാണ് അതറിയപ്പെടുന്നത്. പശ്ചിമ ബംഗാളിലെ ബർധമാനിലായിരുന്നു സംഭവം. 1970 മാർച്ച് 17. അന്ന് സെയിൻബാരി കുടുംബത്തെ സംബന്ധിച്ച് ഒരു വിശേഷ ദിവസമായിരുന്നു. അന്ന് ആ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള ഷഷ്ടി ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. അതായത് ഇവിടുത്തെ പേരിടൽ ചടങ്ങിന് സമാനമായ ഒരാഘോഷം. സെയിൻബാരി കുടുംബത്തിലെ മൃഗ്നയന ദേവിയുടെ മകളായ സ്വർണലത ജോഷിന്റെ മകനാണ് ആ കുട്ടി. അമൃത് കുമാർ എന്ന പേരിടാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഈ ചടങ്ങ് നടക്കുന്നതിനിടയിൽ ആയിരക്കണക്കിന് CPM പ്രവർത്തകർ എരച്ചെത്തി ഈ വീട് വളഞ്ഞു. പൊടുന്നനെ തന്നെ ഇവർ വീടിന് 4 പാടും കല്ലെറിയാൻ തുടങ്ങി. അതോടെ ഈ ചടങ്ങിന് പങ്കെടുക്കാൻ വന്ന ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. അക്രമികളുടെ ഉദ്ദേശവും ഇത് തന്നെയായിരുന്നു. മൃഗ്നയന ദേവിയുടെ മൂത്ത മകനായ നബകുമാർ സെയിനാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത്. ഇദ്ദേഹത്തെ ഒരു മൂലയ്ക്ക് ചേർത്ത് നിർത്തിയ ശേഷം 2 കണ്ണുകളും ചൂഴ്ന്നെടുക്കുകയാണ് അക്രമി സംഘം ചെയ്തത്. ഇത് തടയാൻ ചെന്ന പ്രണബ് കുമാർ സെയിനെയും മലയ് കുമാർ സെയിനെയും അക്രമി സംഘം തലയ്ക്കടിച്ചു വീഴ്ത്തി. ഇവർ 2 പേരും നബകുമാർ സെയിന്റെ അനുജന്മാരായിരുന്നു. അടിയുടെ ആഘാതത്തിൽ ഇവരുടെ മസ്തിഷ്കം തന്നെ പുറത്തു വന്നു. ആ രീതിക്കുള്ള അടിയായിരുന്നു. അക്രമം തടയാൻ ശ്രമിച്ച മൃഗ്നയന ദേവിയെയും മകളെയും മരുമകളായ രേഖാറാണിയെ പോലും അക്രമികൾ വെറുതെ വിട്ടില്ല. അതിനുശേഷം ആ 1 മാസം പ്രായമുള്ള കുട്ടിയെ എടുത്ത് CPMകാർ തീയിലെറിഞ്ഞു. പക്ഷേ ഇതിനിടയിൽ പെട്ടെന്ന് ആ കുട്ടിയെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കോ കഴിഞ്ഞു. അതുകൊണ്ട് അവന് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ഇതുകൊണ്ടൊന്നും അക്രമികൾക്ക് കലിയടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർ മരണപ്പെട്ട പ്രണബ് കുമാറിൻ്റെയും മലയ് കുമാറിൻ്റെയും രക്തം ചോറിൽ കൂട്ടിക്കുഴച്ച് ബലപ്രയോഗത്തിലൂടെ അമ്മയായ മൃഗ്നയന ദേവിയെ കൊണ്ട് കഴിപ്പിച്ചു. ഇവിടെയും കൊലവിളി പ്രസംഗമൊക്കെ നടത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, നിന്നെക്കൊണ്ട് തന്നെ നിന്റെ മോൻ്റെ രക്തം കലർന്ന ചോറ് തീറ്റിക്കുമെന്ന്. ഒരുപക്ഷെ ഈ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. ഏതായാലും ഈ സംഭവത്തോടെ മൃഗ്നയന ദേവി ഒരു മാനസിക രോഗിയാകുകയായിരുന്നു. ആ അമ്മയ്ക്ക് അവരുടെ മരണം വരെയും അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വന്നു. ഈ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അക്രമികൾ വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് ആദ്യ ആക്രമണത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയ നബകുമാർ സെയിനെയും കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് മൃഗ്നയന ദേവിയുടെ മൂത്ത മകൻ. 50 വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് നബകുമാർ സെയിൻ്റെ ഭാര്യയായ രേഖാറാണി ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകി. ഈ സംഭവം നടന്ന് അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നെങ്കിലും CPMനെ ഒരുപക്ഷെ ഭയന്നിട്ടാവാം അത്ര കാര്യമായ റിപ്പോർട്ടിംഗ് ഒന്നും നടന്നില്ല. 50 വർഷം കഴിഞ്ഞ് നടന്ന ആ അഭിമുഖത്തിൽ അന്നത്തെ 1 മാസം പ്രായക്കാരനായ അമൃത് കുമാറും പങ്കെടുത്തിരുന്നു. ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത് CPM നേതാക്കളായ ബിനോയ് കോനാർ, അനിൽ ബാസു, നിരുപം സെൻ എന്നിവരായിരുന്നു. ഇതിൽ നിരുപം സെൻ പിന്നീട് സംസ്ഥാനത്ത് വ്യവസായ മന്ത്രിയൊക്കെ ആയിരുന്നു. മറ്റ് 2 പേരും ഉന്നത പദവികൾ വഹിച്ചിട്ടുണ്ട്. CPM പാർട്ടിക്ക് ഭരണമുണ്ടായിരുന്നതിനാൽ തന്നെ ഇവരാരും ശിക്ഷിക്കപ്പെട്ടതുമില്ല. മമതാ ബാനർജി അധികാരത്തിൽ വന്ന ശേഷം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനായി ഒരു കമ്മീഷനെ വെച്ചിരുന്നെങ്കിലും തെളിവുകളൊന്നും അവശേഷിച്ചിരുന്നില്ല. മമതാ ബാനർജിയുടെ ഈ നടപടിയെക്കുറിച്ച് സ്ഥാനമൊഴിഞ്ഞിരുന്ന മുഖ്യമന്ത്രിയായ ബുദ്ധദേവ് ഭട്ടാചാര്യ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ വേട്ടയാടൽ എന്നാണ്. ഇനി ഈ കുടുംബത്തെ ഇത്ര നീചമായ രീതിയിൽ ആക്രമിക്കാനുണ്ടായ കാരണത്തിലേക്ക് കടക്കാം. സെയിൻബാരി സഹോദരന്മാർ കോൺഗ്രസ്സുകാരായിരുന്നു എന്നത് മാത്രമായിരുന്നു കാര്യം. കോൺഗ്രസ് വിട്ട് CPMൽ ചേരാൻ ഇവരോട് ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും ഇവരത് ചെയ്തിരുന്നില്ല. അന്നേ ഇവർക്ക് വധഭീഷണിയും ഉണ്ടായിരുന്നു. പാർട്ടിയിൽ ചേരാതെ മാറി നിൽക്കുന്നവർക്കുള്ള ഒരു താക്കീതായിരുന്നു ഈ നടപടി. പക്ഷേ ഇതിനെയൊന്നും ആരും കേരളത്തിൽ ഫാഷിസം എന്ന് വിളിക്കില്ല. ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു CPMകാരനോട് ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി പോലും അവർ അംഗീകരിക്കില്ല. അല്ലെങ്കിൽ മറ്റാരോ ചെയ്ത കൊലപാതകം എന്ന് പറഞ്ഞ് കൈ കഴുകും. അതവരുടെ പതിവ് ശൈലി. പക്ഷേ ദേശീയ മാധ്യമങ്ങളും പത്രങ്ങളുടെ ആർക്കൈവുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും.
ഇന്ന് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരു മുന്നണിയുടെ കീഴിലാണ് എന്നുള്ളത് മറ്റൊരു വിരോധാഭാസമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്